1858 ലൂർദിൽ അരങ്ങേറിയ അസാധാരണ സ്വർഗീയ പ്രതിഭാസങ്ങളുടെ ചരിത്രമുറങ്ങുന്ന സ്ഥലം. അത്ഭുത പ്രത്യക്ഷീകരണങ്ങളിൽ ഏറിയതിലും പരിശുദ്ധ മാതാവ് നിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഗ്രോട്ടോ പണിതുയർത്തിയിട്ടുള്ളത്. ലോകത്തിന്റെ താൽക്കാലികതയും നിസ്സാരതയും അതിജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ജാലകമെന്ന അന്തരാർത്ഥത്തിൽ ഗ്രോട്ടോയ്ക്കുള്ളിൽ വാർത്തെടുത്തിരിക്കുന്ന തുറന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മയുടെ ജീവൻ തുടിക്കുന്ന രൂപം. ഒരിക്കലും പ്രാർത്ഥിക്കാത്തവരും ഇവിടെ വന്നാൽ അമ്മേ എന്ന് വിളിക്കുന്നതിലെയും നിരാശയിൽ ആഴ്ത്തപ്പെട്ടവർ പ്രത്യാശാപൂരിതരായി ഇവിടെ നിന്ന് മടങ്ങുന്നതിലെയും മാനസിക സംഘർഷങ്ങളിൽ അകപ്പെട്ടവർ ഇവിടെ ആന്തരിക സമാധാനത്താൽ നിറയപ്പെടുന്നതിന്റെയും രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. അവൾ സ്വർഗം മനുഷ്യർക്കായി നൽകിയ അമ്മയാണ് എന്നത് തന്നെ. മക്കളുടെ വേദനയിലും കണ്ണുനീരിലും ആശ്വാസം പകരാൻ കഴിയുന്ന അമ്മയുടെ സാന്നിധ്യം അന്തരീക്ഷം മുഴുവനിലും നിശബ്ദ അലകളായി ഒഴുകിയെത്തുന്നതിന് അവിടെ സന്ദർശിച്ചിട്ടുള്ള കോടാനുകോടി തീർത്ഥാടകർ സാക്ഷികളാണ്. അവിടെയുള്ള അഭൗമിക ശക്തിയാൽ വൈദ്യശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്തതായി രേഖപ്പെടുത്തപ്പെട്ട 7000 അത്ഭുത രോഗസൗഖ്യങ്ങളും ഇതിനുള്ള സാക്ഷ്യങ്ങളാണ്. ഇവയിൽ 70 അത്ഭുതങ്ങൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവയുമാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ അതീവ സൗന്ദര്യത്തോടെയും മാതൃവാത്സല്യത്തോടെയും പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ കല്ലുകൾ പോലും വിശ്വാസികൾ അമ്മയുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളായി ഏറ്റെടുത്തു കഴിഞ്ഞു. എന്റെ സ്വർഗം എന്നാണ് ബെർണദീത്ത ഗ്രോട്ടോയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2 മുതൽ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ തുടർച്ചയായി മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുന്നതും ലൂർദിന്റെ പ്രത്യേകതയാണ്. ഫെബ്രുവരി 25 കത്തുന്ന മെഴുകുതിരിയുമായി അമ്മയുടെ അടുക്കലെത്തിയ ബെർണദീത്തയോട് അമ്മ തിരി അവിടെ കത്തിച്ചു വെക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തിരികൾ കത്തിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രദക്ഷിണവും ലൂർദിന്റെ സവിശേഷതയാണ്. പൊട്ടിപ്പുറപ്പെട്ട അത്ഭുത ഉറവയും ഇന്നും ലക്ഷക്കണക്കിന് പേരുടെ രോഗങ്ങളിൽ ഔഷധമായി അത്ഭുത നീരുറവയായി നിലകൊള്ളുന്നു. ഭൂമിയുടെ വിവിധ കോണുകളിൽ നിന്നായി വീൽചെയറുകളിലും കിടക്കകളിലും രോഗികൾ ലൂർദ് ബസിലിക്കയിലും ഗ്രോട്ടോയിലും എത്തി പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം സ്വന്തമാക്കുന്നു. തനിക്കായി ഒരു ചാപ്പൽ പണിയണമെന്നും അവിടെ ജനങ്ങൾ പ്രദക്ഷിണമായി എത്തണമെന്നുമുള്ള അമ്മയുടെ ആഹ്വാനമനുസരിച്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ മാസങ്ങളിൽ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളിലും മുൻപന്തിയിൽ അണിനിരക്കുന്ന രോഗികൾ വിശ്വാസത്തിന്റെ നേർസാക്ഷ്യങ്ങളായി രൂപാന്തരപ്പെടുന്നു. ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിച്ച് എല്ലാ ദിവസവും രാത്രി ജാതിമത ഭേദമന്യേ ആവേ മരിയ ഗാനങ്ങൾ ആലപിച്ച് ലോകമെമ്പാടും നിന്നും എത്തിച്ചേരുന്നവർ പ്രകാശവാഹകരായി ജപമാല ചൊല്ലി ഒരു മനമായി നടത്തുന്ന മരിയൻ പ്രദക്ഷിണങ്ങളും വിശ്വാസത്തിന്റെ സജീവ സാക്ഷ്യങ്ങളായി ചരിത്രം കുറിച്ചവയാണ്.